ഹെഡ്ലൈറ്റ് ഓണോ? കറുത്ത കുരുമുളക് പോട്ട് നോടനോ നല്ല ഉശിലുള്ള പൂവൻ പെടങ്ങനെ പെടാണ്ട. സാവിത്രിയേ, എന്താണ് പെടക്കണ കാലത്തൊന്നും അങ്ങോട്ട് പെടക്കിട്ടടി. അവനെന്താ ഒന്ന് പറഞ്ഞിട്ട് പോയത്? എന്തിനാ? നിങ്ങൾ അയാളുടെ മെക്കിട്ട് കയറാനാണോ? അയാളൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇറങ്ങിയാലോ? കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ ഹോട്ടലൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിച്ചിട്ട് പോകാം. എക്സ്ക്യൂസ് മീ. ഹലോ, ചേട്ടാ, എന്താ കഴിക്കാനുള്ളത്? എന്താ വേണ്ടത്? ഇവിടെ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദോശയുണ്ടോ? ദോശയില്ല. ചപ്പാത്തി? ചപ്പാത്തിയില്ല. എന്നാൽ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. തനിക്കെന്നെ ഇത് ആദ്യമേ പറഞ്ഞുകൂടും, ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചേട്ടാ, രണ്ടാൾക്ക് കഴിക്കാൻ പൊറോട്ടയും കറി എന്തായാലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞാൽ പോരെ. എന്താ സിന്ധു, നീ എന്തിനാ അയാളോട് ചൂടായത്? ചൂടാവണ്ട്? അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഹോട്ടലിൽ നീ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്, അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല. തുടങ്ങി ഉപദേശം. അതവിടെ വെച്ചാൽ മതി. ചേട്ടാ, ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത്? എന്താ വേണ്ടേ? ജ്യൂസ് ഉണ്ടോ? ആ, ജ്യൂസുണ്ട്, ചായ ഉണ്ട്, സോഡയുണ്ട്, കോളയുണ്ട്. സിന്ധു, നിനക്ക് എന്താ വേണ്ടേ? ഞാൻ എന്തെങ്കിലും പറ. ചേട്ടാ, 2 പൈനാപ്പിൾ ജ്യൂസ് ഫ്രഷ് വേണം. ആ, ഫ്രഷ് വേണം അല്ലേ? ആ. ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി.
സാവിത്രി എന്താ ചക്കരെ? വാ. ഡോ എന്താണോ ചേട്ടാ ആ ഗ്ലാസ്സിൽ എന്തോ ഉണ്ട്. എന്ത് ഈച്ചയല്ലേ? ഇവിടെ കേറണ്ടായിരുന്നു. നമുക്ക് വേഗം ഇറങ്ങാം. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ശരി വേമ്പ. ബില്ല് കൂട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങിയെടുക്കാൻ പറ്റണ വെച്ചാണ് ഇത് എന്ത് ചെയ്യാനാണ്? ഈ ബില്ലിന് ഒരു 80 രൂപ കുറച്ചേ. എന്താ സാറേ, സാർ എന്തെങ്കിലും പറഞ്ഞാ? ഈ ബില്ലിന് ഒരു 80 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര വെച്ചാൽ പറ. ഇത് എത്ര നോക്കടാ, ഇത് എത്ര കുറക്കാൻ പറഞ്ഞ? 80 രൂപ കുറക്കാൻ. സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നുമില്ല, അത് 80 രൂപയെ. കാശിനൊക്കെ ഭയങ്കര വിലയാണ്. 130 പലിശ. ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല, അതിൻ്റെ കാശ് കുറയ്ക്കാനാണ് പറഞ്ഞത്. കുടിക്കാത്തതിന് ബില്ല മണേ. ഓ ഈ ബില്ലൊക്കെ നോക്കണ്ടേ? സാർ ജ്യൂസ് കുടിച്ചുള്ളെന്നാ പറയണത്. അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തുള്ളൂ. അത് കുടിക്കാത്ത എൻ്റെ കുറ്റമാണോ? അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് പോകണല്ലേ സാറേ, അതിൻ്റെ ഒരു മര്യാദ. കഴിച്ചെന്നല്ല അത് 10 പൈസ എന്തല്ല. സാർ ചൂടാവല്ലേ സാറേ, സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ. ബില്ലല്ലാതെ ഇവിടുന്ന് പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അല്ലേ ജോണേട്ടാ? ഭീഷണിയാണോ? എന്നാ പിന്നെ താമൊന്ന് മേടിക്കും. സാറ് കലിപ്പിലാണല്ലേ അക്കരെ. സാർ ഒരു കാര്യം ചെയ്യും, വയറ് വെച്ച് കഴിച്ചതല്ലേ, കാശൊന്നും തരണ്ട, ഞാൻ വക വെച്ചേക്കാം. സാറ് വിട്ടോ. താനെന്താ ആളെ കളിയാക്കാം? തൻ്റെ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. ബില്ല് എത്ര വെച്ചാൽ പറ. കാശ് തരണമെങ്കിൽ മുഴുവൻ തരേണ്ട വരും.